ഹായ് കൂട്ടുകാരെ, അപ്പോൾ നല്ല അടിപൊളി നല്ല പാവയ്ക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി സെറ്റ് ആക്കിയാലോ? എങ്ങനെയെന്നല്ലേ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാനത് രണ്ട് പാവയ്ക്ക കാണിച്ചെങ്കിലും ഞാനിപ്പോൾ ഒരു പാവയ്ക്ക മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പാവയ്ക്ക, രണ്ട് സവാളയും പിന്നെ രണ്ട് പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ചെറുതായിട്ടൊന്ന് പഴുത്തത് എടുത്തതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സീഡ് കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് സീഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി നല്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടിയില്ലെന്ന് വരും, എങ്കിലും പ്രശ്നമല്ല. നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളൊക്കെ കായൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ, ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുക്കുക. ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇനി തിരിച്ചും ഇതിനെ വീണ്ടും ചെറുതായിട്ടൊക്കെ കുഞ്ഞുകുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും ഞാനിനി അധിക സമയം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോകാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇതിനെ പാവയ്ക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ കൈപ്പയ്ക്ക, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. അത്യാവശ്യം നല്ല കയ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ഇവിടെ ഇന്ന് കുക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തെ അടുപ്പിലാണ് കേട്ടോ, വിറകടുപ്പിലാണ്. അപ്പോൾ എന്തായാലും പുറത്തെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു, നല്ല ഒരു ചീനച്ചട്ടി കഴുകിയതേ അടുപ്പത്ത് വെച്ച് നല്ല സെറ്റായിട്ടുണ്ടേ. അപ്പോൾ ഈ ചട്ടി നല്ലതുപോലെ ചൂടായി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഈ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ആവശ്യത്തിലേക്കുള്ള കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചിരുന്നു കേട്ടോ. കടുകൊന്ന് നല്ലതിൽ പൊട്ടിച്ചു. അതുപോലെ തന്നെ കറിവേപ്പിലൂടെ നമ്മളിത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ രണ്ടും നല്ലതുപോലെ ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും സവാളയും മുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അങ്ങനത്തെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിൻ്റെ കൂടെ കോരി അങ്ങോട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കൊണ്ട് കാണാം. അതുവരെ ബൈ.